ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം 3 സീറ്റുകൾ നിയമസഭയിലേക്ക് നേടി. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചു. എന്നാൽ പോലും ബി.ജെ.പി പ്രവർത്തകർക്ക് ചില അതൃപ്തികൾ, ചില സന്തോഷക്കുറവൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്. കാരണം നമുക്കൊരു 10, 12 സീറ്റെങ്കിലും കിട്ടാമായിരുന്നു. പക്ഷെ കിട്ടിയില്ല. അങ്ങനൊരു നിരീക്ഷണം ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ, ഫലം വന്നതിൻ്റെ അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ഉം. ഞങ്ങൾക്ക് 12 സീറ്റ് വരെ കിട്ടാമായിരുന്നു ഉം. എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ആ രീതിയിലൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഉം. ആ, ഏകദേശം 30 സീറ്റുകളിൽ ഞങ്ങൾ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു. ഉം. കാരണം പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് വർദ്ധിപ്പിക്കലും വോട്ട് ഷെയർ കൂട്ടലും എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉം. ഇനി പാർട്ടിയുടെ ഫോക്കസ് മാറ്റണം. ഉം. ഫോക്കസ് അധികാരം പിടിക്കലാവണം. സീറ്റുകളിലേക്ക് മാറണം. അധികാരം പിടിക്കൽ, അധികാരം വേണം. കാരണം BJP കേരളത്തിൽ അധികാരം നേടാനും നിലനിർത്താനും അത് വിജയിപ്പിക്കാനും പ്രാപ്തമായ പാർട്ടിയാണ് എന്ന് BJP പ്രവർത്തകർക്ക് ബോധ്യപ്പെടണം. പൊതുസമൂഹത്തിലേക്ക് അത് കൺവേ ചെയ്യപ്പെടണം. വിന്നബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടണം. ആത്മവിശ്വാസം, വിന്നബിലിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു ആത്മവിശ്വാസം, അതായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ദിശ. അതായിരുന്നു അത്. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അതിനുവേണ്ടിയുള്ളൊരു വലിയ പരിശ്രമം നടത്തിയിരുന്നു. കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം അദ്ദേഹം വികസിത കേരളം എന്നുള്ള ഇത് വെച്ച് അതൊരു ഇൻക്ലൂസീവായിട്ടുള്ള മുദ്രാവാക്യം. അതിപ്പോൾ എൻ്റെയും സുനിൽജിയുടെയും ഒക്കെ ആവശ്യമാണ് വികസിത കേരളം. അത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും ആവശ്യമാണ് വികസിത കേരളം. മുസ്ലിമിൻ്റെയും ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ആ വികസിത കേരളം എന്നുള്ള ആ മുദ്രാവാക്യം കേരളം കണ്ട ഏറ്റവും ഇൻക്ലൂസീവായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. ഏറ്റവും സെക്കുലറായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. ഏറ്റവും പ്രൊഡക്റ്റീവും ക്രിയേറ്റീവായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കി. ആ ചലനം താഴെ തലത്തിൽ എത്തിക്കാൻ വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിൻ്റെയും പ്രവർത്തകരെ 30 ജില്ലകളിലും പോയിട്ട് മണ്ഡലം പ്രവർത്തകരിലേക്ക് ഇത് നേരിട്ട് ഇഞ്ചക്റ്റ് ചെയ്തു. വികസിത കേരളം, ക്രിയേറ്റീവ് കോൺസെപ്റ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളുക, അതാണ് BJPയുടെ അപ്രോച്ച്. BJPയുടെ ഔട്ട്ലുക്ക് അതാണ്. BJP പുതുതായിട്ട് സൃഷ്ടിക്കാൻ പോകുന്ന ക്യാൻവാസ് അതാണ്. ആ ക്യാൻവാസിലേക്ക് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവരിക എന്ന നിലയിൽ കേരളത്തിലെ 140 അസംബ്ലികളിലും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഡയറക്റ്റ് 40 ദിവസം കൊണ്ട് കൺവേ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിൽ ലക്ഷ്യം വെച്ചു. ആ ലക്ഷ്യം മുഴുവൻ ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രവർത്തകർ കണ്ണൂരിലെയും കാസർഗോഡെയും മലപ്പുറത്തെയും പത്തനംതിട്ടയിലെയും തിരുവനന്തപുരത്തെയും പ്രവർത്തകർ പഞ്ചായത്ത് തലത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് തന്നു. അത് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി. അത് ഓരോ ജില്ലകളിൽ ഏതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കേന്ദ്രീകരിച്ച് പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ ജില്ലകളിലേക്ക് കൺവേ ചെയ്തു. അതിനു വേണ്ടിയുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കി. ആ മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP അഭിമുഖീകരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതിനേക്കാളും പ്രതീക്ഷിച്ചിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം 30 പഞ്ചായത്ത് ജയിച്ചിട്ടുള്ളൂ. ഞങ്ങൾ 100 കൂടുതൽ പഞ്ചായത്ത് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് കാര്യങ്ങൾ മൂവ് ചെയ്തത്. പക്ഷെ 30 ജയിച്ചു. പരിശ്രമം, നമുക്ക് പരിശ്രമിക്കുമ്പോൾ ഒരു ടാർഗറ്റ്, തീർച്ചയായിട്ടും ഒരു മുകളിലാണ് ടാർഗറ്റ് വെച്ച് 30 കിട്ടി. ഞങ്ങൾ നിരാശരാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിരാശരാണ്. പ്രവർത്തകരെ സംബന്ധിച്ച് 30 പഞ്ചായത്ത് കിട്ടിയില്ലേ, ഓക്കെ. പക്ഷേ ഇതിനു വേണ്ടി ഒരു വലിയ ലക്ഷ്യവും അതിനുവേണ്ടിയുള്ള പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയ ഒരു ടീമുണ്ടല്ലോ. ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്ര സംതൃപ്തരുന്നില്ല. 30 പഞ്ചായത്തേ കിട്ടിയുള്ളൂ എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ ലക്ഷ്യം അധികാരം പിടിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. കോർപ്പറേഷൻ ഓരോ വാർഡും ഓരോ വോട്ടും പിടിച്ചെടുത്തത് എണ്ണിപ്പറക്കിയാണ്. അവസാനത്തെ 3 ദിവസം മുമ്പ് വരെയുള്ള ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പറ്റുക 38 പിന്നെയും ഗ്യാപ്പ് കിടക്കുന്നു.
13 സീറ്റ് ഇവിടെ വേണം. ഞങ്ങൾ പണിയെടുത്തു. ആ 3 ദിവസത്തെ പണി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. തലേ ദിവസം എന്തെടുക്കണം, തലേ ദിവസം എന്തെടുക്കണം, വോട്ടെടുപ്പിൻ്റെ അന്ന് എന്ത് ചെയ്യണം, എവിടേക്കാണ് നമുക്ക് വീക്ക് ഏരിയ, അവിടെ എന്ത് പ്രവർത്തനം നടത്തേണ്ടത് ചെയ്തു. ടീമിനെ നിശ്ചയിച്ചു, പണിയെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ കഴിവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഓരോ വാർഡ് എന്നല്ല, ഓരോ വോട്ടും നുള്ളിപ്പറക്കിയെടുത്ത് അധികാരം ഉറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ പ്ലാനൊക്കെ ഇഷ്ടപ്പെട്ടു, അത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ആക്ഷേപം, നമ്മൾ വികസിത കേരളം പറയുന്നു, അധികാരം വേണമെന്ന് പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വേണമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് BJPക്ക് വോട്ട് ചെയ്യേണ്ടുന്നൊരു വലിയ ജനവിഭാഗം ഹിന്ദു വോട്ടർമാരെ BJP മറന്നുപോയി എന്നൊരു ആക്ഷേപം വ്യാപകമായി ഹിന്ദു സംഘടനാ പ്രവർത്തകർ പറയുന്നുണ്ട്, അടക്കം പറയുന്നുണ്ട്, ഹിന്ദു വോട്ടർമാർ പറയുന്നുണ്ട്. BJPയുടെ റഡാറിൽ നിന്ന് ഹിന്ദു വോട്ടുകളെ, ആ വോട്ടുകൾ പരമാവധി സമാഹരിച്ചാൽ മാത്രമേ മറ്റു വോട്ടുകൾ കൂടി കിട്ടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റൂ. അത്തരം ഒരു കാര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധ കുറഞ്ഞുപോയി എന്നൊരു ആക്ഷേപമുണ്ട്. അല്ല, നമ്മളുടെ ആ ആക്ഷേപത്തിന് ഒന്നും അടിസ്ഥാനമില്ല. ഒന്ന്, ഹിന്ദു വോട്ട് BJPക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് കഴിഞ്ഞ 10-40 വർഷമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രം പോരല്ലോ ജയിക്കാൻ, കിട്ടുന്ന അത്രയും പോരാ. ഇതിനപ്പുറത്ത് ഇതിൻ്റെ പെരിഫറിയിൽ നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹമുണ്ട്. ഹാർഡ് കോർ ഹിന്ദു സ്പിരിറ്റഡ്, പൊളിറ്റിക്കലി ഹിന്ദു, അത് ഹിന്ദു മതം കൊണ്ട് ഹിന്ദു ആയവരും സംസ്കാരം കൊണ്ട് ഹിന്ദു ആയവരും പൊളിറ്റിക്സ് രാഷ്ട്രീയമായി ഹിന്ദു കോൺസെപ്റ്റ് ഉള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പെരിഫറിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ പെരിഫറിയിൽ നിൽക്കുന്ന വിഭാഗം ഒരു പരിധിവരെ സെക്കുലറോ സ്യൂഡോ സെക്കുലറോ ആണ്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം BJPക്കാർ ഇങ്ങനെ കടുത്ത രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ വോട്ട് ചെയ്യും, അവർ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ BJP ജയിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ഹിന്ദു സമൂഹമുണ്ട്. ആ ഹിന്ദു സമൂഹമാണ് ഏറ്റവും വലിയ കൂടുതൽ ഹിന്ദു വോട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് വോട്ട് ചെയ്യുന്നത്. ആ ഹിന്ദു സമൂഹമാണ് കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഹിന്ദു സമൂഹം ആഗ്രഹിക്കുന്നത് BJP ഒരു വലിയ ക്യാൻവാസിലേക്ക് BJPയെ മാറ്റണം, അത് വികസിതമാകണം, അതിൽ ഇൻക്ലൂസീവ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്തു. നമ്മൾക്കെതിരെയുള്ള വർഗീയവാദികൾ എന്നുള്ള പേരുദോഷം അവർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് അവർ കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, അവർ സെക്കുലറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമ്മൾ എപ്പോഴും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുറകെ വിട്ടിട്ട് കാര്യമില്ല, അവരെ നമുക്ക് വേണം. അപ്പോൾ അവരുടെ മനോനിലയ്ക്കനുസരിച്ചുള്ള അപ്രോച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഐഡിയോളജിയെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. നിലപാട് ഭദ്രമാണ്, സ്ട്രോങ് ആണ്. ആ നിലപാട് തറയിൽ നിന്ന് പുതിയ മേഖലകളിൽ നിന്നുള്ള വോട്ട്, അത് ഹിന്ദുവിൻ്റെ ഔട്ടർ പെരിഫറിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വോട്ട് വരണം. അതോടൊപ്പം തന്നെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് വരണം. ഇനി ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ വോട്ടും വേണം. അപ്പോൾ ആ രീതിയിലേക്ക് പാർട്ടി മാറ്റിയെടുക്കണം. ഇത് മാറ്റിയെടുക്കുന്നത് വേണമെങ്കിൽ പറയാം സെക്കുലർ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം അവരുടെ സെക്കുലറിസം എന്ന് പറയുന്നത് BJP ഉയർത്തുന്നതാണ് യഥാർത്ഥ സെക്കുലറിസം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇടതിനും വലതിനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ BJPയുടെ സെക്കുലറിസമാണ് യഥാർത്ഥ സെക്കുലറിസം, മറ്റത് വ്യാജ സ്യൂഡോ സെക്കുലറിസം ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം. ആ പരിശ്രമത്തിൽ നമ്മൾ കുറച്ചുകൂടെ വിജയിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അല്ല, പൊതുവിൽ പറയുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഹിന്ദു വിഷയങ്ങൾ, BJP ഒരു ഹിന്ദു പാർട്ടിയല്ല, BJP ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഹിന്ദുക്കൾ പ്രതീക്ഷിക്കുന്നത് BJP നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഏക അത്താണി ഈ പാർട്ടിയാണ് എന്ന് കരുതുന്ന ഒരുപാട് കോടിക്കണക്കിന് ഹിന്ദുക്കളുണ്ട്. അവരെ കേറ്റർ ചെയ്യുന്നുണ്ട് BJP മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. ഇപ്പോൾ സുവേന്ദു അധികാരി വന്നിട്ട് പറഞ്ഞു, അത് ശരിയോ തെറ്റോ എന്ന് നിൽക്കട്ടെ, എനിക്ക് വോട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഹിന്ദുവിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് പറഞ്ഞു. അതിന് 100% ന്യായീകരിക്കാൻ നമുക്ക്
കഴിയില്ല. എന്നാൽ പോലും ഹിന്ദു കോസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി. കേരളത്തിൽ അത് പോരാ. ശബരിമല വിഷയത്തിൽ പോലും നമ്മുടെ ഒരു ഇടപെടൽ കൂടുതൽ ഫലവത്താവേണ്ടിയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ശബരിമല വിഷയത്തിൽ അതിശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമല്ലേ എക്കാലത്തും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ 2018-19 കാലഘട്ടത്തിലാണെങ്കിലും കെ സുരേന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ആ മുന്നേറ്റം ഒരിക്കലും കേരളം വിസ്മരിക്കാൻ പോകുന്നില്ല. ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഇപ്പോഴും കേസിൽ പ്രതിയായിരിക്കുന്നതിൽ നല്ലൊരു ശതമാനം രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതിയായിരിക്കുന്നത് ബി ജെ പിക്കാരാണ്. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഇത് വരുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിപൂർവമാണ് ബി ജെ പി കൈകാര്യം ചെയ്തത് എന്നുള്ളത് ശരിയാണ്. കാരണം ഇത്രയും പ്രവർത്തകർ ത്യാഗം അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടും അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഗുണം കൊണ്ടുപോയത് യു ഡി എഫ് ആണ്. അപ്പോൾ അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളെയും ഒറ്റുകൊടുത്ത് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസ് ഇതിനെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ ഗുണഫലം കൊണ്ടുപോകുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു അപകടമാണ്. ആ അപകടം നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയതാണ്. 2019 മനസ്സിലാക്കിയതാണ്, 2024 മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇടപെടലുകൾ ബുദ്ധിപൂർവം കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആവണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അജിറ്റേഷൻ നടത്തിയിരുന്നു, അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ആ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. കോൺഗ്രസ് അന്ന് മുതലെടുപ്പ് സമരങ്ങളാണ് നടത്തിയത്. ഇവിടെ കോൺഗ്രസിനെ കടത്തിവെട്ടുന്ന രീതിയിൽ ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സമരങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് വന്നു. അതിൻ്റെ ഗുണം ഹിന്ദു സമൂഹത്തിനിടയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. കാരണം എല്ലാം നമ്മൾ വൈകാരികമായും അതിവൈകാരികമായിട്ടും മാത്രം വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമീപനങ്ങളെ ബി ജെ പിയുടെ സമീപനങ്ങളുമായിട്ട് ഇഴുകിച്ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ. അല്ല, ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ചെയ്ത വീഡിയോകളുടെ താഴെ 100 ആളുകൾ വരുന്ന കമൻറ്റ്സ്, ബി ജെ പി ഹിന്ദുക്കളെ മറന്നതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് കിട്ടത്തില്ല, എത്ര കിട്ടും, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമോ, ഹിന്ദുവിൻ്റെ കാര്യത്തിലൊന്ന് ഇടപെട്ട് നോക്കൂ, ഇതിൽ കൂടുതൽ മാറ്റം ഉണ്ടാവും. ഹിന്ദു ബേസ് വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ വോട്ടുകൾ ഇങ്ങോട്ട് തനിയെ വന്നു ചേരും. ഇതൊക്കെ ബി ജെ പി മറന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ആളുകളുടെ നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്, നിരാശ കൊണ്ടാണ്, നമുക്ക് 10-12 സീറ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ്. അതുമാത്രമല്ല, അവർ ചോദിക്കുന്നു, നിങ്ങൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് പോയിട്ട് എന്ത് നേടി? അത് ബി ജെ പി ഒരു പഠനം നടത്തിയോ? അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ കേരളത്തിലെ 40% മുകളിൽ ക്രിസ്ത്യൻ വോട്ടുള്ള 20 അസംബ്ലികളുടെ പഠനം നടത്തിയിട്ടുണ്ട്. ആ അസംബ്ലികളിൽ 17 സ്ഥലത്തും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കേവലം 3 സ്ഥലത്ത് മാത്രമേ ബി ജെ പി പുറകോട്ട് പോയിട്ടുള്ളൂ. 40% ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള കേരളത്തിലെ 20 അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്ക് പ്രകാരം അതിൽ ഇവിടെ തിരുവല്ല, പാല, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ തിരുവല്ല 2ാം സ്ഥാനത്തിട്ടാവുന്നു. അപ്പോൾ ഈ 3 സ്ഥലത്ത് ഗണ്യമായ മുന്നേറ്റം ഉണ്ടാവുകയും 17 സ്ഥലത്ത് മുന്നേറുകയും കേവലം 3 സ്ഥലത്ത് മാത്രമേ 2021 സാഹചര്യത്തിനേക്കാൾ പുറകിലേക്ക് ബി ജെ പി പോയിട്ടുള്ളൂ. അതാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. ആ വാക്ക് നമുക്കങ്ങ് വേണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷേ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ 100 ക്രിസ്ത്യൻ വോട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ കേവലം 100 വോട്ട് ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് 15 വോട്ടാണെങ്കിൽ ഇതേപടി ഒരു 10-35 വോട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ചും കൂടെ ഉണ്ടെങ്കിൽ, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും കൂടെ സമ്മതി ഉണ്ടെങ്കിലേ ബി ജെ പി ജയിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സമൂഹമുണ്ട്. ഒരു 10-35 വോട്ട് അവിടെ നിന്ന് വരും. അതായത് ഈ കേരളത്തിൽ EMSനെതിരായിട്ടുണ്ടായ സമര സാഹചര്യം മുതൽ
കേരളത്തിൽ ഒരു എന്താ നായർ ക്രിസ്ത്യൻ ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി ഇപ്പോഴും പൂർണ്ണമായിട്ടും കേരളത്തിൽ തകർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അത് പണ്ട് മുതലേ പണ്ട് മുതലേ വിമോചന കാലഘട്ടം മുതലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള മുഴുവൻ വോട്ടിങ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ എല്ലാവരും ഇൻക്ലൂസീവായിട്ടുള്ളൊരു പാർട്ടിയാണ്. ക്രിസ്ത്യാനി സമൂഹത്തിൽ നിന്നും BJP യിൽ നേതൃത്വം ഉണ്ടാവും, പ്രവർത്തകരുണ്ടാവും എന്ന് പറയുകയും അതിൻ്റെ ഗുഡ് വില്ല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്കുലർ മനോഭാവം വച്ചു പുലർത്തുന്നത് അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതിലകപ്പെട്ട് കിടക്കുന്ന ഹിന്ദു സമൂഹത്തിനും BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ പ്രേരണ നൽകും എന്നുള്ള ഒരു മാനസിക സാഹചര്യം കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തെയും കൂടെ എക്സ്പ്ലോർ ചെയ്താണ് ചില നിലപാടുകൾ പാർട്ടി എടുക്കാറുള്ളത്. അത് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് ആവശ്യമാണ്. പക്ഷെ അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അത് കൺവിൻസ് ആയിട്ടില്ല. ഇനി വേറൊന്ന്, ഞാനിപ്പം സുനിൽജി ചോദിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ വേറെയും ചില കണക്കുകൾ എടുത്തിട്ടുണ്ട്. സാമുദായികം അതിപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം പറയുന്നില്ല. പക്ഷെ പട്ടികജാതി പറയാം. പട്ടികജാതി 14 മണ്ഡലമുണ്ട്. 14 മണ്ഡലത്തിൽ ഇതുപോലെ തന്നെ 11 മണ്ഡലത്തിലും BJP മുന്നേറിയിട്ടുണ്ട്. പട്ടികവർഗ 2 മണ്ഡലമുണ്ട്. 2 മണ്ഡലത്തിലും ഗംഭീര മുന്നേറ്റമാണ്. ഒരിടത്ത് മാനന്തവാടിയിൽ 100% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മറ്റിടത്ത് 80% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഇത് ജാതീയമായിട്ട് നോക്കിയാൽ, മതപരമായിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ പരമ്പരാഗത സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അങ്ങനെയെല്ലാം ഞങ്ങൾ കീറിമുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഈ പരിശോധനയിലെല്ലാം ഭാവിയിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള റിസൾട്ടാണുള്ളത്. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു. ഇപ്പോഴത്തേൽ 12 കിട്ടാത്തതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടാത്തതിലോ ഒക്കെ നമുക്കൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഭാവിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന, ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന റിസൾട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കീറിമുറിച്ചുള്ള അവലോകനങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. എനിക്ക് തോന്നുന്നു BJP സംസ്ഥാന നേതൃത്വം ഇത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര പരാതി പറയുന്നവരാണ്, അവരറിയാൻ വേണ്ടിയിട്ടാണ് BJPയുടെ സംഘടനാ ചുമതലയുള്ള അങ്ങ് വന്നപ്പോൾ ഞാൻ ഈ കാര്യം ഡെലിബറേറ്റ്ലി ചോദിച്ചതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കിത് മനസ്സിലായി കാണും. കാരണം ഒരുപാട് പേർ നമ്മളെ വിളിക്കുകയും കമൻറ്റുകൾ നോക്കിയറിയാം. സുരേഷ് ജിക്ക് പോയാലും പരിശോധിക്കാം. ആ തെരഞ്ഞെടുപ്പ് ഞാനും രാജീവേട്ടനുമൊക്കെ കുറേ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കുറേ തെരുവിളി കേട്ടതായിട്ട്. ഞാൻ സാധാരണ കമൻറ്റ് ബോക്സും നോക്കാറില്ല. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വിളിച്ച് പറയും അങ്ങനെയൊക്കെ വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു. എനിക്ക് വിഷമം തോന്നി. നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കോസിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ CPM വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടവ് നയമെന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രപരമായ ഇടപെടലെന്ന് പറയും. ഇത് ഈ രാഷ്ട്രീയത്തിൽ പ്രായോഗികമായിട്ടുള്ള ചില സമീപനങ്ങൾ ആവശ്യമുണ്ട്. കാരണം എൻഡ് റിസൾട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എൻഡ് റിസൾട്ടിന് വേണ്ടിയുള്ള പ്രായോഗികമായ സമീപനങ്ങൾ നമ്മൾ അവലംബിക്കണം. ആ സമയത്ത് വൈകാരികതയിലോ അതിവൈകാരികതയിലോ നമ്മൾ വീണുപോയാൽ എൻഡ് റിസൾട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രായോഗിക സമീപനത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ അതിവൈകാരികത ഉണ്ട്. ഇപ്പോൾ മുനമ്പോ ഇഷ്യൂ വീണ്ടും വരുന്നു. ചില ആളുകൾ സോഷ്യൽ മീഡിയ പറയാം ഇനി BJP അങ്ങോട്ട് ഇടപെടരുത്, അവന്മാർ അനുഭവിക്കട്ടെ. പക്ഷേ അവിടെ 200ഓളം ഹിന്ദു കുടുംബങ്ങളുണ്ട്, അത് മറക്കുകയാണ്. കൂടുതലും SNDP ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അത് മറന്നിട്ട് ഇനി മുനമ്പക്കാരെ സഹായിക്കരുത്. അവിടെ മുനമ്പത്ത് ആ വാർഡിൽ ജയിച്ചിരിക്കുന്നത് BJPയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ലാറ്റിൻ സഭയാണ്. ലാറ്റിൻ സഭ എക്കാലത്തും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ലാറ്റിൻ സഭയെന്ന് അവർക്ക് മനസ്സിലാകേണ്ട സിറ്റുവേഷനാണ് മുനമ്പത്തുനിന്ന് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നിലപാട്, BJP അന്നും ഇന്നും എന്നും BJPയുടെ നിലപാട് അവിടെ ഭൂമിയും കയറിക്കിടക്കാടവും നഷ്ടപ്പെടുന്ന പാവങ്ങളോടൊപ്പമാണ്. അവർ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ലാറ്റിൻ ആയിക്കോട്ടെ, മാർത്തോമ ആയിക്കോട്ടെ, കത്തോലിക്കനാവട്ടെ, SNDP ആവട്ടെ, NSS ആവട്ടെ, പട്ടികജാതി ആവട്ടെ, മനുഷ്യരാണ്. ആ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ള ഒരു വലിയ സമീപനമുണ്ട്. അതാണ് നരേന്ദ്രമോദിയുടെ സമീപനവും അതാണ് പാർട്ടിയുടെ സമീപനം. അതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കലാണ് ഒരു വശം. രണ്ടാമത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ
കടന്നുകയറ്റങ്ങളും അത് രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടുള്ള കടന്നുകയറ്റങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും അതിനെ നഖശിഖാന്തം എതിർക്കുകയും നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ള പൊതുവികാരം അതും ബി ജെ പിയുടേതാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേക വിഷയമാണ് മുനമ്പം വിഷയം. ആ വിഷയത്തിൽ ബി ജെ പി അതാണ് ചെയ്യുന്നത്. ഒന്ന് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വഖഫ് ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള സമീപനത്തെ ചെറുക്കുക, മറ്റൊന്ന് അവരെ സംരക്ഷിക്കുക. ഇതിനു വേണ്ടി നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബി ജെ പി പഴയതുപോലെ അല്ല. ബി ജെ പി ആണ് ചെയ്യാവുന്ന എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. പരമാവധി ചെയ്തത് അത് ചെയ്തു. മുനമ്പം എന്ന് പറയുന്ന ആ വാക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ മണിക്കൂറുകളോളം അതിൻ്റെ പ്രതിധ്വനി ഉണ്ടായി. അത് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്യാൻ കാരണമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി അല്ലാതെ മറ്റൊന്നുമല്ല. ആ സമയത്ത് വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എടുത്തത്. സർക്കാർ വന്നതിന് ശേഷവും അവിടുത്തെ ജനതയെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയവും മതപരവും പൊതു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേകവും അവിടെ ഉള്ള ആൾക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പിന്നിലുള്ള മത നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. പിന്നെന്ത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, നമ്മുടെ ആളുകൾ പറയുന്ന ആക്ഷേപം, കമൻറ്റുകളിലൂടെ വന്ന ആക്ഷേപമാണ്. നമ്മൾ ഇത്തവണ ഈ സീറ്റ് വിഭജനം വന്നല്ലോ, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നമ്മൾ ഘടകകക്ഷികൾക്ക് കൊടുത്തത് ആലോചനയില്ലാതെയാണ്. അങ്ങനെ നമുക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സീറ്റുകൾ അത്ര വലിയ സ്വാധീനമില്ലാത്ത നമ്മുടെ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? ഒരുപക്ഷെ അവിടെയൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന ബി ജെ പി പ്രവർത്തകരുണ്ട്. അത് 100% ഉറപ്പാണ്. അത് ഇതിനു മുമ്പും പല അസംബ്ലികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മാത്രമായിട്ട് കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വേഗമായിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സ്പെസിഫിക്കാണ്. ബി ജെ പി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ദൗത്യത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാകണമെങ്കിൽ തിരുവനന്തപുരത്ത് മേയറും 2 മുനിസിപ്പാലിറ്റിയും പിടിച്ചാൽ ആവില്ല. തൃശ്ശൂർ എം പി ജയിച്ചാലാവില്ല. 3 എം എൽ എമാർ കിട്ടിയാലും ആവില്ല. 1-ാം ഘട്ടം പൂർത്തിയാവണമെങ്കിൽ താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം. ബി ജെ പിക്ക് 1-ാം ഘട്ടം പൂർത്തിയാക്കാൻ അത്ര വരെ പോകേണ്ടതുണ്ട്. ഇതിനിടയിൽ വരുന്ന ഓരോ അവസരങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ താമര ചിഹ്നത്തിൽ ജയിക്കുക, ഒരു ബി ജെ പിക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു ലക്ഷ്യം ആദ്യഘട്ടമായിട്ട് നമുക്ക് വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിട്ട് സാധിക്കില്ല. അതിന് ബി ജെ പി ഒരു NDA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വിപുലീകരിക്കേണ്ട ആവശ്യമുണ്ട്. ആ വിപുലീകരിക്കുന്നതിന് BDJS കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. പല വിമർശനമുണ്ട്. അവർക്ക് സംഘടനാ ശക്തിയില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ BDJS ബി ജെ പിയോടൊപ്പം വിശ്വസ്തയോടുകൂടി കഴിഞ്ഞ 10 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. BDJS ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് ബി ജെ പിക്ക് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല, ഗുണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 2020 പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയിലേക്ക് വരുന്നു. അവർക്ക് 89 ജനപ്രതിനിധികളുണ്ട്. അവർ 1000-ഓളം സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. 4 പഞ്ചായത്തുകൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം BDJS കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീം അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റൊരു പാർട്ടി ബി ജെ പിയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഇനി പലരും വരാനുള്ളൊരു തുടക്കമാണ്. ഇന്ന് LDFലും UDFലും ഇരിക്കുന്ന പലരും വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ നല്ല മാതൃകകൾ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യത്തിലേക്ക്, വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ച് നീങ്ങുമ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് വിഷമിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ആണെങ്കിൽ പോലും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും. അത് NDA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്നും അവർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം ഉണ്ടെന്നും
അത് കൂടുതൽ കരുത്താക്കാൻ BJP ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സന്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമുക്കറിയാം BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ബീഹാറിൽ നിതിൻ അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഭൂരിപക്ഷം, അദ്ദേഹം നിതീഷിന് അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ലല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. അതുപോലെ തന്നെ മുമ്പ് മഹാരാഷ്ട്രയിലും ഇതേ സമീപനം BJP എടുത്തിരുന്നു. അവിടുത്തെ ഷിൻഡയ്ക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ല ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ഇത് BJPയുടെ ചില സ്ഥലത്തൊക്കെ എടുത്ത വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില സമീപനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സമീപനം NDAയുടെ വിപുലീകരണവും വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ചില വിട്ടുവീഴ്ചകളായിട്ട് നമ്മുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്നവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ തരുണത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇതെല്ലാം സംഭവിച്ചു പോയല്ലോ. അതെ അതെ. ഈ സമയത്ത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ എന്ന നിലയിലേക്ക് ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്. നമ്മൾ അന്ധൻ ആനയെ കണ്ടതുപോലെ BJP മുന്നോട്ട് പോവുകയല്ല. BJPക്ക് നരേന്ദ്രമോദിക്ക് കേരളത്തിലെ BJPയെ സംബന്ധിച്ച് ലക്ഷ്യമുണ്ട്. അമിത്ഷാജിക്ക് നാഷണൽ ലീഡർഷിപ്പിൽ നിതിൻ നബീജിക്കും കേരളത്തിലെ BJPയെ സംബന്ധിച്ച് വളരെ സുവ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിലൂടെ പാർട്ടിയുടെ മുൻ പ്രസിഡൻറ്റുമാരും ടീമും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രാജീവ് ചന്ദ്രശേഖറിനെ മുമ്പിൽ നിർത്തിയിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ആ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം 3 MLA കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ലക്ഷ്യമല്ല. ആ ലക്ഷ്യം കേവലം ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയാലും സംതൃപ്തിപ്പെടുന്ന ലക്ഷ്യമല്ല. ആ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി BJP ആവുന്നതിലൂടെ മാത്രമേ അതിൻ്റെ 1ാം ഘട്ടം, അതും ഞാൻ സൂചിപ്പിക്കുന്നു, 1ാം ഘട്ടം പൂർത്തിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് 2ാം ഘട്ടം വികസിത കേരളം യാഥാർത്ഥ്യമാക്കണം. വികസിത കേരളം യാഥാർത്ഥ്യമാവണം. BJPയുടെ തുടർ ഭരണങ്ങൾ കേരളത്തിലുണ്ടാവണം. BJP ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ BJPയെ മാറ്റാൻ സാധ്യമല്ല എന്ന് ഇന്ത്യൻ ജനാധിപത്യം തെളിയിച്ച ഒരു ചരിത്രപരമായ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിന് അതിൽ നിന്ന് മാറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിനെ ഒരു പ്രത്യേക ദ്വീപായിട്ട്, ബാലികേറ മലയായിട്ട് വിട്ടുകൊടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്ത്യയിൽ BJP എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ സമീപഭാവിയിൽ കേരളത്തിലും BJPക്ക് നേടാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ഇനി BJPയെ തടയാൻ BJPയെ പ്രതിരോധിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. ഇനി കമ്മ്യൂണിസത്തിനൊരു യുവത്വം ഇല്ല. കമ്മ്യൂണിസത്തിന് ഇനിയൊരു വസന്തമില്ല. അത് കഴിഞ്ഞു. അവരുടെ ചരിത്രം 1917 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രം, ബോൾഷെവിക് വിപ്ലവ കാലഘട്ടത്തിന് ശേഷം മുതൽ ഇതുവരെയുള്ള ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ, 110 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ, എവിടെയാണോ അഹങ്കാരം, എവിടെയാണോ അഴിമതി, എവിടെയാണോ കുടുംബഭരണം, എവിടെയാണോ ഏകാധിപത്യം, അവിടെയൊക്കെ കമ്മ്യൂണിസം തകർന്നിട്ടുണ്ട്. കമ്മ്യൂണിസത്തിൽ ഇതൊക്കെ വന്ന സ്ഥലങ്ങളിലെല്ലാം തകർന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണവും കേരളത്തിൽ കണ്ടു. കേരളത്തിൽ തകർന്നു കഴിഞ്ഞു. ഇനി കമ്മ്യൂണിസം തിരിച്ചു വരാൻ പോകുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അടിമകളായിട്ട് മാറി. കോൺഗ്രസ്സിലെ ഹൈക്കമാൻഡിന് വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൈപ്പത്തിച്ചിൻ്റെ ജയിച്ച MLA വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആവശ്യമുള്ളത് ജമായത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും മാത്രമാണ്. ഇത് കോൺഗ്രസിൻ്റെ തകർച്ചയാണ്. കോൺഗ്രസ് അധികാരം കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആരും ധരിക്കണ്ട. ഈ അധികാരം കോൺഗ്രസിൻ്റെ അവസാനമാണ്. BJPയുടെ ആരംഭമാണ്. യാതൊരു സംശയമില്ല. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം ആ രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. ഇനി കേരളത്തിൻ്റെ അസംബ്ലിക്കുള്ളിൽ BJPയുടെ 3 MLA അവർ ഒന്നിനൊന്നും മെച്ചപ്പെട്ടവരാണ്, കരുത്തന്മാരാണ്. അതെ അതെ. ആദ്യ ദിവസം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ മനഃപൂർവ്വമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഒരു മെസ്സേജ് അവിടെ നിന്ന് ഒന്നുകിൽ വിട്ടു നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജനാധിപത്യമല്ലേ, സ്പീക്കറിൽ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ ഒരാളിനെ പിന്തുണയ്ക്കാമായിരുന്നു. ഇല്ല, ഞങ്ങൾ കറക്റ്റ് മെസ്സേജാണ് കൊടുത്തത്. ഈ കേരളത്തിൽ ഇടതിനും വലതിനും ബദലായി ഒരു ശക്തമായ ചേരിയായി കേരളത്തിൻ്റെ എല്ലാ പരിവർത്തനത്തിനും വേണ്ട കരുത്തുള്ള ഒരു പാർട്ടി, ഒരു മുന്നണി ഉണ്ട്. അത് ഞങ്ങളാണ് എന്ന സന്ദേശമാണ്. അതിൽ കേരളം അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പ് സാർത്ഥകമാക്കാൻ നിൽക്കുന്ന ടീമിൻ്റെ നായകനാണ്
സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരുപാട് തവണ എന്നോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ സുരേഷ് ജിയോട് ചോദിച്ചു. വളരെ തൃപ്തികരമായ ഒരു മറുപടി, കൺവിൻസിംഗ് ആയ മറുപടി, യാഥാർത്ഥ്യബോധത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങൾക്കും അത് ബോധ്യപ്പെടുമെന്ന് കരുതുന്നു. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന, കേരളത്തിലെ BJP മുന്നോട്ട് വെക്കുന്ന സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. ഏതായാലും വലിയ സന്തോഷം ഇന്ത്യ ലൈവിൻ്റെ ഫ്ലോറിൽ വന്നതിന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം. നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നേരിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ത്യ ലൈവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.